പ്രളയത്തിൽ ആകെ മുങ്ങിയിരിക്കുകയാണ് തിരുവല്ല. നമ്മളുള്ളത് കടപ്ര ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലാണ്. ഇവിടെ ആകെ ഒരു നദി പോലെ മൊത്തം മുങ്ങിയിരിക്കുന്നൊരു അവസ്ഥയാണ്. പല വീടുകളുടെയും 1-ാം നില പൂർണ്ണമായും മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പുഴ ഏതാണ് കര ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ പ്രദേശം കടന്നു പോകുന്നത്. എന്ന് ഈ വെള്ളം ഇറങ്ങും, എന്ന് ദുരിതം തീരുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല. നമ്മൾ ഈ കാണുന്നതൊക്കെ തെങ്ങിൻ പറമ്പാണ്. അവിടെയൊക്കെ തന്നെ മുഴുവൻ വെള്ളമാണ്. വീടുകളിലൊക്കെ തന്നെ ഇപ്പോഴും ആളുകൾ തുടരുന്നുണ്ട്. മാറാത്ത ആളുകളുണ്ട്. ഒറ്റപ്പെട്ട വീടുകൾ മാത്രമാണ് മുങ്ങാതെയുള്ളത്. എന്തായാലും പഞ്ചായത്തിൻ്റെ മെമ്പർ തന്നെ ഈ പ്രദേശത്തെ മെമ്പർ തീരുന്നുണ്ട്. വലിയ ദുരിതമാണ്. അതെ, വളരെ ദുരിതമാണ്. കാരണം ഇന്നലെ മുതൽ രാത്രി മുതൽ തുടങ്ങിയതാണ് ഇവിടെ ആൾക്കാരെ മാറ്റാനായിട്ട്. എന്നിട്ട് ഇപ്പോഴും കുറച്ച് പേര് അവരുടെ വീടുകളിൽ നിൽക്കുന്നു. ഇപ്പോൾ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായപ്പോഴാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ ഇന്ന് ഭൂരിപക്ഷം വീടുകളിൽ മുകളിലെ നിലയിൽ ആളുകൾ കാണുന്നുണ്ട്. എന്നാൽ അടിയിൽ ആ വീടിൻ്റെ അടിഭാഗം മൊത്തം മുങ്ങിയിരിക്കും. ഇവർ മാറാൻ തയ്യാറാവത്താണോ അതോ അവർ മാറാൻ തയ്യാറാവാത്തതാണ്? കാരണം അവരുടെ ഇത് സാധനങ്ങളും എല്ലാം നോക്കിക്കൊണ്ടാണ് അവർ നിൽക്കുന്നത്. കമ്പി വന്നിട്ടില്ല. അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ്. രക്ഷാപ്രവർത്തനം വലിയ പ്രശ്നം. വളരെ പ്രയാസമാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഭാഗങ്ങളിലേക്കൊന്നും അടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ്. നമ്മൾ തന്നെ ഇങ്ങോട്ട് മണിമലയാർ നിൽക്കുന്നുണ്ട്. താഴെയെല്ലാം വെള്ളം കയറി അവരെല്ലാം വയ്യാത്ത കുഞ്ഞുകൂടുള്ളതാണ്. പക്ഷെ അവരെ കൊണ്ടൊക്കെ മാറുക എന്നുള്ളത് വളരെ ദുരിതമാണ്. എങ്ങോട്ടെല്ലാം മാറണം എന്നുള്ളത്. നമ്മൾ തന്നെ ഈ മണിമലയാർ മുറിച്ച് കിടന്ന് ബോട്ടിലൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്. അതെ, മണിമല പമ്പ ഒരുമിച്ച് ഒഴുകുന്നതാണ്, ശക്തമായിട്ട് ഒഴുകുന്നതാണ്. ഇതിന് നമുക്ക് പറയാനുള്ളത്, ഗവൺമെന്റിനോട് പറയാനുള്ളത്, ഇവിടെ നമുക്കൊരു സംരക്ഷണ ഭിത്തി വേണം. അതുപോലെ തന്നെ ഈ ആറിലെ മണ്ണ് നീക്കം ചെയ്യാനുള്ള അവസ്ഥ. ഒരു മഴ പെയ്താൽ ഇവിടെ വെള്ളമാണ്. എന്തായാലും എല്ലാ വീടുകളുടെയും അടിഭാഗം പൂർണ്ണമായും മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ ഭീതിയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഇത്രയൊക്കെ വലിയ പ്രളയം ഈ ആറന്മുളയിലുണ്ടായ അതേ സാഹചര്യം ഇല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് വലിയൊരു ദുരിത സാഹചര്യമാണ് ഇപ്പോഴെന്തായാലും ഈ കടപ്ര ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നത്. തിരുവല്ല പ്രദേശത്താണ് ഈ കടപ്ര ഗ്രാമപഞ്ചായത്തുള്ളത്. എവിടെ നോക്കിയാലും വെള്ളം മാത്രമാണ് കാണുന്നത്. എല്ലാ വീടുകളും പൂർണ്ണമായും അടിഭാഗം മുങ്ങിയിരിക്കുന്ന ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ പ്രദേശം മുന്നോട്ട് പോകുന്നത്. രണ്ട് നദികൾ ഒരുമിച്ച് ഒഴുകുന്ന, ഒരുമിച്ച് എത്തിച്ചേരുന്ന ഒരു പ്രദേശമാണ്. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് ഒരു മത്സ്യബന്ധന ബോട്ടിലൂടെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഈ പ്രദേശത്തുകൂടെ പോകുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധിയാണ്. എന്നീ ദുരിതം തീരുമെന്ന് ഈ നാട്ടുകാർക്ക് അറിയില്ല. ഇനിയും ശക്തമായി മഴ തുടർന്നാൽ, വെള്ളം എത്തിയാൽ അതൊക്കെ ഈ നാടിനെ വലിയ തോതിൽ മോശമായി തന്നെ ബാധിക്കും. എന്തായാലും വലിയ ദുരിതത്തിലും പ്രശ്നത്തിലുമാണ് ഈ കടപ്ര, പ്രത്യേകിച്ച് തിരുവല്ല പ്രദേശത്തൊക്കെ ജനങ്ങൾ. ഈ വീഡിയോ ജേർണലിസ്റ്റ് വിനയ് രാജിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കറിൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.